क्यों तूने मेरी फुर्सत की, क्यों दिल में इतनी हरकत की, इश्क में इतनी बरकत की, ये तूने क्या किया। फिरूं अब मारा मारा मैं, चांद से बिछड़ा तारा मैं, दिल से इतना क्यों हारा मैं, ये तूने क्या किया। सारी दुनिया से जीत के मैं आया हूँ इधर, तेरे आगे ही मैं हारा किया, तूने क्या असर। मैं दिल का राज कहता हूँ कि जब जब सांसें लेता हूँ, तेरा ही नाम लेता हूँ, ये तूने क्या किया। നമ്മൾ അടുത്ത കയറുന്നത് റഷ്യയിലേക്കാണ്. അപ്പോൾ ഒരുപാട് ഏകദേശം ആറ് കൺട്രി കണ്ടു. നമ്മൾ ഒരു 1.5 മണിക്കൂർ കൊണ്ട് 6 കൺട്രി ഏകദേശം കണ്ട്. അപ്പോൾ അടുത്ത് ഇനി റഷ്യയിലോട്ടാണ് കയറാൻ പോകണം. അങ്ങനെ ആ രാജ്യവും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ജോർദാനുണ്ട്, പിന്നെ പലസ്തീനുണ്ട്, അങ്ങനത്തെ 2-3 രാജ്യങ്ങളുണ്ട്. ഇനി നമ്മൾ പലസ്തീനിലോട്ടാണ് കയറാൻ പോകുന്നത്. പലസ്തീനിൽ കൂടുതലും ഇവിടെ ഡ്രസ്സായിരിക്കും. എന്തെങ്കിലും ഇവിടെ നിന്ന് വാങ്ങിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയെന്നാണ് പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ വാങ്ങാം. കൂടുതലും ഇവിടുത്തെ ഡ്രസ്സുകളും ഇവിടുത്തെ ടൈപ്പ് ഡ്രസ്സുകൾ, പിന്നെ മറ്റേ അവരിടുന്ന ജുബ്ബ പോലത്തെ അതും ജാക്കറ്റ് വരില്ലേ, അതൊക്കെയാണ് ഇവിടെ കൂടുതലും പറഞ്ഞത്. പിന്നെ ഇവിടുത്തെ ഹണി, പിന്നെ സ്പൈസസ്, ഇതൊക്കെ തന്നെ ഇവിടെ ഫുള്ള് എല്ലാ രാജ്യത്തിൻ്റെ ഷോപ്പുകളിലും ഏകദേശം എല്ലാവരെയാണ് കയറാം. പക്ഷേ എന്തോ എല്ലായിടത്തും കയറുമ്പോൾ പല ഒരു ഫീലാണ്. നമ്മൾ പലസ്തീൻ കഴിഞ്ഞ് പലസ്തീനിൽ നിന്നൊന്നും വാങ്ങാൻ പറ്റില്ല, മേടിക്കാൻ പറ്റുന്ന. അടുത്ത് നമ്മൾ ഖത്തറിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഏകദേശം 8 രാജ്യമായി. 8 രാജ്യം നമ്മൾ കവർ ചെയ്ത് 2 മണിക്കൂറുണ്ട്. അടുത്ത ഖത്തറിലോട്ട് കയറാൻ വേണ്ടി വിശക്കുന്നു. നമ്മൾ നേരത്തെ പലസ്തീൻ കണ്ട്, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ഇറാഖാണ്. ഇറാഖിനകത്ത് കയറാൻ കാല് വയ്യ, അതുകൊണ്ട് കയറില്ല. നമ്മൾ പുറത്തുനിന്ന് കണ്ടിട്ട് അത്രേ ഉള്ളൂ. ജോർദാനിൽ കയറിയില്ല, ഇറാഖിൽ കാല് വയ്യ, അതുകൊണ്ട് കയറില്ല. ഇറാഖ് എന്ന് പറയുമ്പം ഇറാൻ പോലെ തന്നെ കൂടുതലും മറ്റേ കാർപ്പറ്റും പിന്നെ മറ്റേ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങൾ. അതെ നമ്മൾ കുവൈറ്റ് കയറി, യമൻ കയറി, ബഹ്റൈൻ കയറി, ഈജിപ്റ്റ് കയറി, മൊറോക്കോ കയറി, സൗദി അറേബ്യ കയറി, ചൈന കയറി, ഇന്ത്യ കയറി, പലസ്തീൻ കയറി. നമ്മൾ ഇത്രയും രാജ്യം ഏകദേശം ഒരു 2 മണിക്കൂർ കൊണ്ട് കയറി. ഇപ്പോൾ ഇറാഖിൽ കയറാൻ കാലുമില്ല, കാരണം നടന്ന് ഇറാനും ഇറാഖും ഒക്കെ ഏകദേശം സെയിം തന്നെ. നടന്ന് കാല് കഴിച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് കയറില്ല. ഇനിയിപ്പം പോകണം. നമ്മളിവിടെ കുറേ വയസ്സായവരൊക്കെ ഉള്ളത് കൊണ്ട് നടക്കണ പരിമിതി കൊണ്ട് വെളിയിലോട്ട് ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. അപ്പം ഇതാണ് ദുബായിലെ ഗ്ലോബൽ വില്ലേജ്. ഇവിടെ വന്ന ഏകദേശം ഭൂമിയിലുള്ള ഏകദേശം മെയിനായിട്ടുള്ള കൺട്രികളുടെ ഒരു മിനിയേച്ചർ എന്ന് പറയുമ്പോൾ അവരുടെ ചെറിയൊരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഏകദേശം ഇവിടെ കാണാൻ പറ്റും. എന്നാലും അവിടെ പോയി കാണാൻ അത്ര ഒരു ഇതൊന്നും ഉണ്ടാവില്ല ഒരിക്കലും. എന്നാലും പോകാൻ പറ്റാത്തവർക്ക് ഇവിടെ വന്ന് കണ്ട് പോവാന്നുള്ളത് എന്തൊരടങ്ങാത് സംതൃപ്തി. അത് തന്നെ, അത് അടങ്ങാം ഇവിടെ വന്നിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. You have something I'd like you to share with me. Magical style.